അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കുറച്ച് CITU പ്രവർത്തകരുണ്ട്, കുറച്ച് പൊതു വോട്ടർമാരുണ്ട്. നമസ്കാരം. പൈപ്പ് ജംഗ്ഷൻ. പരിപ്പ് ആരുടെ പരിപ്പാ ഇവിടെ പണ്ട് ഇളക്കിയത്? ആരെ ഇളക്കിയിട്ടുണ്ടല്ലോ. പരിപ്പ് ജംഗ്ഷൻ. ഈ സ്ഥലത്തിന് അങ്ങനെ പേര് വരാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അറിയോ? ആർക്കെങ്കിലും ഇവിടെ താല്പര്യം പരിപ്പായിരിക്കും അല്ലേ? ഇവിടെ ഒരു പരിപ്പ് ബിസിനസ്സുകാരനുണ്ടായിരുന്നു. ഈ അരിപ്രാഞ്ചി എന്നൊക്കെ പറയുന്ന പോലെ പരിപ്പ് പ്രാഞ്ചി. അവിടെ പരിപ്പ് ജംഗ്ഷൻ അങ്ങനെ പരിപ്പ് കച്ചവടം നടത്തിയ ആളുടെ പേരിലാണ് പരിപ്പ് ജംഗ്ഷൻ ആയത് അല്ലെ? ഓരോ സ്ഥലത്തിനും ഓരോ പേര്. എന്താ ചേട്ടാ ഇവിടുത്തെ മൊത്തത്തിൽ രാഷ്ട്രീയ അവസ്ഥ? പാർലമെന്റിൽ ആര് പോകാൻ സാധ്യത? എന്താ എന്തെങ്കിലും പാർലമെന്റിൽ ആരെ പോകാനായിരിക്കും സാധ്യത? അത് പറയാൻ പറ്റില്ല. കടുത്ത മത്സരമാണോ? നല്ല മത്സരമാണോ നടക്കുന്നത്? ആണല്ലേ. കേന്ദ്രത്തിൽ ആര് വരണം എന്നാണ് ആഗ്രഹം? BJP ഒഴിച്ച് വേറെ ആര് വന്നാലും BJP ഒഴിച്ച് വരണം. BJP ഒഴിച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലൊന്നും ചേട്ടന് വിശ്വാസമില്ല? ആ വണ്ടിയിൽ നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതിന് വിശ്വാസമില്ല? ഒരു വിശ്വാസമില്ല. ഇപ്പൊ ഏക സിവിൽ കോഡൊക്കെ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് പുതിയ BJP പ്രകടന പത്രിക. എന്ത് കാര്യത്തിന്? ചേട്ടാ എന്താ അഭിപ്രായം? ആര് അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ? കോൺഗ്രസ് വന്നാൽ നല്ലതായിരിക്കും. കേരളത്തിലല്ലേ? അല്ല, കേരളത്തിൽ കോൺഗ്രസ് വരണം. കേരളത്തിൽ വരണം. അങ്ങേ സെൻട്രലിൽ വരണം. അങ്ങ് തമിഴാ? தமிழ் எங்க இருக்கு? உசிலம்பட்டி, மதுரையில் இருக்கா? ஓட்டு எங்க? அங்கே போகணும். மதுரையில் ஓட்ட யாருக்கு போடும்? நான் இங்க காங்கிரஸ் கூட்டணிக்கு தான் போடும். காங்கிரஸ் DMKக்கு போடுமா? ஸ்டாலின் கொள்ளாமா? எடப்பாடி பழனிசாமி கொள்ளாமா? ஆறு நிஜம் ஆறு போய்? DMK நிஜமா और ADMK நிஜமா? இப்போதைக்கு DMK தான். ADMK இல்ல, DMK தான். DMK സൂപ്പർ. കോൺഗ്രസ് സൂപ്പർ. കേന്ദ്രത്തില് കോൺഗ്രസ് വരണം. ഓക്കെ. അപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ വരണം എന്നാണ് ഒരു ഭാഗം പറയുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ MP മാർ ഏത് മുന്നണിയിൽ നിന്ന് പാർലമെന്റിൽ പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? LDF-ൽ നിന്നാണോ UDF-ൽ നിന്നാണോ? അപ്പൊ ഒന്നടുത്ത് വന്നേ. അപ്പൊ അതാരാണ് അത്? ഇവിടെ കേരളത്തിൽ ഇപ്പൊ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളാണ് സംസാരിക്കുന്നത്. അത്തരം ആളുകൾ നിലനിൽക്കുന്ന മുന്നണി പോകണം. ഇന്ത്യ മുന്നണി പോകണം. കൊച്ചിയിൽ എന്താ ഒരു അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ? ഇത് കോൺഗ്രസിന്റെ കുത്തകമണ്ഡലമാണ്. അതിനൊരു മാറ്റം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ ചെല്ലാനത്ത് കേന്ദ്ര പദ്ധതി ₹1 IBയുടെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചല്ല. സംസ്ഥാന ഗവൺമെന്റാണ് ആ പുലിമുട്ടിനൊക്കെ വേണ്ടിയിട്ട് നടക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ IBയുടെ പാർലമെന്റിൽ എറണാകുളം കേരളത്തിൽ തലസ്ഥാനമാക്കണമെന്നും SFI നിരോധിക്കണമെന്ന് 2 വാക്ക് മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും IBയുടെ ഒന്നും ചെയ്തല്ല. പിതാവിന്റെ ആ പേര് പറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. IBയുടെ അത്രേ ഉള്ളൂ. അപ്പൊ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പൊ ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമകളൊക്കെ കൊണ്ടുവരിക, രാഹുൽ ഗാന്ധി മട്ടൻകറി ഉണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി പറയുക, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇതൊക്കെയാണോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ? ഇതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ല. വിഷയം ഭരണത്തിനെ കുറിച്ചിട്ടാണ് വിലയിരുത്തിയിട്ടാണ് ചർച്ച വന്നത്. അതിന് പകരമായിട്ട് ഭരണത്തിനെ കുറിച്ച് മാത്രമല്ല, ഇത്തരം രീതി പറഞ്ഞുകൊണ്ടിട്ടൊന്നും കാര്യമില്ല. ആളുകൾ ഇപ്പൊ ബുദ്ധി വെച്ചേക്കുന്ന ആളുകൾക്ക് അവർ അത് ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചേട്ടന്റെ മനസ്സിൽ എന്തായിരിക്കും ആദ്യം ഉണ്ടാവുക? സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമായിരിക്കും, അതല്ല ദേശീയ വിഷയങ്ങളായിരിക്കും, എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? വിഷയം വേണമല്ലോ. അപ്പൊ എന്തായിരിക്കും ചേട്ടന്റെ മനസ്സിൽ വോട്ട് ചെയ്യുന്നതിന് കാരണമായി തീരുന്ന ഒരു വിഷയം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? സ്ഥാനാർത്ഥി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും അല്ലേ? അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ ആയിരിക്കും ചേട്ടന്റെ വിധി എഴുത് അല്ലേ? അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ വിധി എഴുതും എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? പക്ഷെ വീണ്ടും മോദി അധികാരത്തിൽ വരുമോ? വരൂല. മോദി അധികാരത്തിൽ വരില്ല. 32% BJPയും ബാക്കി 68% ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന അംഗങ്ങളുണ്ടെങ്കിൽ ഭൂരിപക്ഷമല്ലേ വരുള്ളൂ. അങ്ങനെ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും. ഓക്കെ, അതാണ് തോപ്പുംപടിയിൽ ഉള്ള ആളുകൾ. നമസ്കാരം ചേട്ടാ, എങ്ങോട്ട് പോകണോ രാവിലെ? പണി സൈറ്റിലേക്ക് പോകണോ? എവിടെയാണ്? മട്ടാഞ്ചേരിയിൽ. ഓക്കെ. രാവിലെ നല്ല ചൂടത്ത് രാവിലെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പരിപ്പ് ജംഗ്ഷനിലാണ്, തോപ്പുംപടിയിലുള്ള പരിപ്പ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നമുക്കിനി മട്ടാഞ്ചേരിയിലേക്ക് പോകണം. അവിടെ നമുക്ക് NDA സ്ഥാനാർത്ഥിയെ കാണണം, LDF സ്ഥാനാർത്ഥിയെ കാണണം, അവരുമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. നമ്മൾ ഹൈബീഡിനെ കണ്ടു, സംസാരിച്ചു. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ET മുഹമ്മദ് ബഷീറിനെ കണ്ടു. മലപ്പുറം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി, ലീഗിൻ്റെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിനെ കണ്ടു. അദ്ദേഹം